പ്രഭാഷകരുടെ പുസ്തകം 6:18. മകനെ, ചെറുപ്പം മുതൽ ജ്ഞാനോപദേശം നേടുക, വാർദ്ധക്യത്തിലും അത് നിന്നെ പിന്തുടരും. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ചെറുപ്പം മുതൽ ജ്ഞാനം നേടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വാർദ്ധക്യത്തിലും ആ ദൈവിക ജ്ഞാനം എന്നെ നയിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ വചനം ശ്രവിച്ച് ദൈവിക ജ്ഞാനത്താൽ നിറയാൻ അതീവ ആഗ്രഹത്തോടുകൂടെ നമ്മളായിരിക്കുകയാണ്. ജോയേൽ പ്രവചനത്തിൻ്റെ 2:28 വചനത്തിൽ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകല വ്യക്തികളിലും വ്യാപരിക്കും. കൊച്ചുകുട്ടികളിൽ, യുവതി യുവാക്കളിൽ, വൃദ്ധരായവരിൽ, സകലരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവിക അഭിഷേകമാണ്. നമ്മുടെ ഹൃദയ നിലങ്ങളിലേക്ക് ദൈവവചനത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെടുന്ന ഈ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കും. അതിന് അനിവാര്യമായിരിക്കുന്നത് വിശ്വാസത്തോടുകൂടെ കർത്താവിന് മുമ്പിൽ വ്യാപരിക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ ലിദിയായുടെ ഹൃദയം തുറന്നതുപോലെ തന്നെ കർത്താവ് നമ്മുടെ ഹൃദയം തുറന്നു തരും. ദൈവവചനം ശ്രവിക്കാൻ, ദൈവവചനം ആഴപ്പെടാൻ കർത്താവ് തൻ്റെ ആത്മാവിലൂടെ നമ്മളെ അനുഗ്രഹിക്കും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നല്ല ആഗ്രഹത്തോടും തീക്ഷ്ണതയോടും കൂടെ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ഹൃദയം ചേർത്ത് വെച്ച് ആത്മാവിൽ ജ്വലിക്കുന്ന ഒരു നിമിഷമാണിത്. തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് തെരഞ്ഞെടുക്കുന്ന കർത്താവ്, ഈ ലോകത്തിൽ തൻ്റെ സാക്ഷികളായി മാറാൻ ക്രൈസ്തവ ജീവിതത്തിലേക്ക് വിളിച്ച കർത്താവ് അവിടുത്തെ ആത്മാവിനെ അനുഗ്രഹമായി, സഹായമായി നമുക്ക് നൽകുന്നുണ്ട്. സ്നേഹത്തോടെ സ്വീകരിക്കാം. മിഴികൾ പൂട്ടി, കൈകളൊന്ന് കൂപ്പി ദൈവവിചാരത്തോടെ നമുക്ക് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. മനസ്സിനെല്ലാവരും ഏകാഗ്രമാക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് ഈ എൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ വന്ന് നിറയണം. ഇത് ഹൃദയത്തിന് വലിയൊരു ദാഹമായിട്ട് മാറണം. ദാഹിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ജീവജലത്തിൻ്റെ അരുവി ഒഴുകുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വചനമായി, കൂദാശയായി, ദൈവസ്നേഹമായി, സഹോദര സ്നേഹമായി, പരിശുദ്ധാത്മ ഫലങ്ങളായി വന്ന് നിറയുന്നുണ്ട്. ആഗ്രഹത്തോടെ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കാൻ 2 കരങ്ങൾ ഉയർത്തട്ടെ. തീക്ഷ്ണതയോടെ ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. ത്രിത്വൈക ദൈവത്തെ ആരാധിക്കണം. യേശുക്രിസ്തുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ ഇപ്പോൾ നിറയ്ക്കും. നിന്റെ പ്രവർത്തന മേഖലകളെ ഇപ്പോൾ പൂരിതമാക്കും. ഒരു പുതിയ അഭിഷേകത്തിലേക്ക് നീ ഉണരും. ഒരു പുതിയ പ്രകാശത്താൽ നീ പൂരിതമാകും. ആഗ്രഹത്തോടെ 2 കരങ്ങൾ ഉയർത്തി തീക്ഷ്ണതയോടെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അത്ഭുത ശക്തിയായി അവിടുന്ന് ഇപ്പോൾ വ്യാപരിക്കണമേ. ആരാധന, 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 ആരാധന. ആത്മശക്തി നിറയട്ടെ. ഓരോ വ്യക്തികളും ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ പൂരിതമാകട്ടെ. പരിശുദ്ധാത്മാഭിഷേകം അപ്പോസ്തലന്മാരിലേക്ക് നിറഞ്ഞതുപോലെ തന്നെ, പരിശുദ്ധമ്മയിൽ നിറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന, വചനം ശ്രവിക്കുന്ന, വിശ്വസിച്ച് ദാഹിക്കുന്ന എല്ലാ മനുഷ്യരിലേക്കും വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി ആനന്ദത്തോടെ കൂട്ടായ്മയിൽ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. പെരുമഴ പോലെ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോലെ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോലെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. കൈകൾ താഴ്ത്തി വശങ്ങളിലേക്ക് കൈകൾ കൊട്ടി എല്ലാവരും ആരാധിക്കുകയാണ്. ആത്മാവിൽ നിറയാൻ, ശക്തിപ്പെടാൻ, വചനത്തെ സ്വീകരിച്ച് വചനം പാലിക്കാൻ പരിശുദ്ധമ്മയുടേതുപോലുള്ള ഒരു അഭിഷേകം, ഒരു കൃപ എല്ലാ വ്യക്തികളും നിറയട്ടെ. ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവ് നിറയും. ഓരോ വ്യക്തികളും അഭിഷേകം പ്രാപിക്കും. കുടുംബം അനുഗ്രഹം പ്രാപിക്കും. മക്കൾ അനുഗ്രഹം പ്രാപിക്കും. തലമുറകൾ അഭിഷേകം പ്രാപിക്കും. ദാഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. വചനം ഘോഷിക്കുമീ വേളയിൽ, നിന്നാമം പാടുമീ കൂട്ടായ്മയിൽ. വചനം ഘോഷിക്കുമീ വേളയിൽ, നിന്നാമം പാടുമീ കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി
പെയ്യട്ടെ. കൈകൾ വീശി ഹല്ലേലൂ ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂ ഹല്ലേലൂയ, ഹല്ലേലൂ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആത്മശക്തിയാൽ പൂരിതരാകാനുള്ള ദാഹത്തോടെ എല്ലാ ദൈവമക്കളും വിവിധ ഇടങ്ങളിലായിരുന്നുകൊണ്ട് ഒരു കൂട്ടായ്മയുടെ ഐക്യത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തടവറയുടെ കെട്ടപ്പെട്ട അനുഭവങ്ങളിൽ സകലതും മറന്ന് ജീവിക്കുന്ന ദൈവത്തെ ആരാധിച്ച പൗലോസിന്റെയും സീലാസിന്റെയും ആത്മീയ കൂട്ടായ്മയിൽ ചേർന്ന് ആരാധിക്കുമ്പോൾ മക്കളുടെ മേലുള്ള കെട്ടുകളും ബന്ധനങ്ങളും അഴിഞ്ഞു വീഴട്ടെ. ആരാധന 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 ആരാധന. ഒത്തിരിയേറെ ജീവിതങ്ങളെ നിരാശപ്പെടുത്തുന്ന ദുഃഖ ദുരന്തങ്ങൾ അസ്വസ്ഥകൾ യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ആരാധന ആരാധന. പരിശുദ്ധാത്മ ശക്തി പെരുമഴ പോലെ പെയ്തിറങ്ങട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങള് കുത്തി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ തീനാളങ്ങൾ മഴ പോലെ പെയ്തിറങ്ങട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ പെയ്തിറങ്ങണമേ. മഴയായി പെയ്യട്ടെ. ഹൃദയമനങ്ങളെ നനനനുത്തതാക്കാൻ ആത്മാവെ പെയ്തിറങ്ങണമേ. ആത്മാവിൻ തീനാളങ്ങൾ എന്നിൽ നിറയട്ടെ. ഓരോ വ്യക്തികളുടെ ഉള്ളിലേക്കും പരിശുദ്ധാത്മാവിന്റെ എന്നിൽ പുതിയ അഭിഷേകം നിറയട്ടെ. ആത്മാവ് സ്പർശിക്കട്ടെ. ഹോളി ഫയർ ടച്ച് അവർ ലൈഫ്, പ്യൂരിഫൈ അവർ ഹാർട്ട്, fill our mind with the spirit of power. Hallelujah 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 hallelujah. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഞങ്ങൾ 5 മക്കളാ. 4 ആൺപിള്ളേരാ ഉള്ളത് കൊണ്ട് വെല്ലുമ്മച്ചി അമ്മച്ചിയോട് പറയും, അന്നമ്മേ നിനക്ക് ആൺപിള്ളേര് 4 ഒരെണ്ണത്തിന് നീ പട്ടത്തിന് വിടണം കേട്ടോ. ഇതിങ്ങനെ അമ്മച്ചി പറയും എന്നോട്. 4 ഉണ്ട്, ഒരെണ്ണം പട്ടത്തിന് പോകണം, 3 ഇങ്ങനെ അതിങ്ങളുടെ വഴിക്ക് പോയി. പിന്നെ ഉള്ളതാരാ? ഈ ഉള്ളവനാ. അതുകൊണ്ട് എന്തായി? ആ വാക്കുകളുടെ പൂർത്തീകരണമായിട്ട് വെല്ലുമ്മച്ചിയുടെ ഒരു ആഗ്രഹമായിട്ടൊക്കെ ആയിരിക്കാം. അതിലുപരി അമ്മച്ചിയുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ കുറെ നന്മകളൊക്കെ ആയിട്ടായിരിക്കാം. എന്തായാലും കർത്താവിൻ്റെ ഒരു ഹിതമാണ് എന്നുള്ളത് വെളിപ്പെടുത്തപ്പെടുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഈ എളിയദാസൻ എന്ന് വിശ്വസിക്കുക. സ്നേഹത്തോടെ പറയാവോ? ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിന് പിന്നില് ഇങ്ങനെ വല്യമ്മച്ചിയുടെ ഒരു വാക്കുകൾ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഞാൻ ഓർക്കുന്നത് അതിന് പര്യാപ്തമായിട്ട് ദൈവം ചില കാര്യങ്ങൾ ക്രമീകരിച്ചത് ഓർക്കുക. കാരണം എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് വരെ ആ കുടുംബത്തില് ഒരു സന്ധ്യാപ്രാർത്ഥന ഇല്ലാതിരുന്ന ദിനത്തെക്കുറിച്ച് ഞാൻ എത്ര ഓർക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അത് എൻ്റെയോ എൻ്റെ മാതാപിതാക്കളുടെയോ പ്രത്യേക ഒരു ശ്രേഷ്ഠതയായിട്ട് പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. മറിച്ച് അത് ദൈവം കരുണയോടെ തന്ന ഒരു ദാനമായിട്ട് മാത്രമേ ഞാനതിനെക്കുറിച്ച് വിശ്വസിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന ചില അനുഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് ഭൗതികമായ സമ്പത്തിനും നേട്ടങ്ങൾക്കും അപ്പുറത്തേക്ക് നിൽക്കുന്ന ചില കാര്യങ്ങളാണെന്ന് വെളിപ്പെട്ട് കിട്ടുക. തോബിത്തിന്റെ പുസ്തകത്തില് 4-ാം അധ്യായം അതിന് 21-ാം വചനത്തില് തോബിത്ത് തോബിയാസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. മകനെ, നമ്മൾ ദരിദ്രരായതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് പിന്തിരിയുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നമുക്ക് ധാരാളം സമ്പത്ത് കൈവരും. ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് സമ്പത്ത് കൈവരുക? ഓരോ മാതാപിതാക്കളും സകല മക്കളും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അതായത് നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം ഒന്നാമതായിട്ട്.
രണ്ടാമതൊന്ന്, നീ പാപത്തിൽ നിന്ന് പിന്തിരിയണം. മൂന്നാമതൊന്ന്, ദൈവത്തിന് പ്രീതികരമായത് നീ അനുഷ്ഠിക്കണം. സ്നേഹത്തോടെ പറയാമോ ഹല്ലേലൂയാ? ഹല്ലേലൂയ. ഈ തീരുമാനം എടുത്തുകൊണ്ടൊന്ന് പറയാമോ വലതുകരം ഉയർത്തി ഹല്ലേലൂയാ? ഹല്ലേലൂയ. കൈ ഒന്ന് വീശിക്കൊണ്ട് ഉറക്കെ പറയാമോ ഹല്ലേലൂയാ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, റോമാലേഖനത്തിന് 10:12 പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ കർത്താവ് തന്റെ സമ്പത്ത് വർഷിക്കും. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേലെ കർത്താവ് വർഷിക്കുന്ന എന്താണ്? തൻ്റെ സമ്പത്ത്. എന്താണത്? ദൈവത്തിൻ്റെ സമ്പത്ത്, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ പുതിയ അഭിഷേകമാണ്. ഇത് സ്വീകരിക്കാനായിട്ട് മനസ്സുള്ള സകലർക്കും സകലതും കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. അപ്പൊ നോക്കിക്കേ, ദൈവത്തിൻ്റെ നീതി അത് ദൈവകാരുണ്യമാണ്. ദൈവത്തിന്റെ രാജ്യം അത് ദൈവേഷ്ടം നിറവേറ്റപ്പെടലാണ്. അത് നീ ആഗ്രഹിച്ച് നിന്റെ ജീവിതത്തെ ദൈവവചനത്താൽ ഒന്ന് പരുവപ്പെടാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടോ? എന്നാ പിന്നെ നിനക്ക് സമ്പത്തുണ്ട്. നീ ഇന്ന് കാണുന്ന ദാരിദ്ര്യാവസ്ഥയോ നിന്റെ ദുഃഖങ്ങളോ നിന്റെ വിഷമതകളോ നിന്റെ പ്രശ്നങ്ങളോ ഒന്നും അല്ല മകനെ, മറിച്ച് നിന്റെ ജീവിതത്തിൽ നിനക്കുള്ള സമ്പത്ത് എന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാണ്. വിശ്വസിച്ച് പറ ഹല്ലേലൂയാ. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ നാളുകളിൽ ഒരു സഹോദരൻ എന്നോട് പറയാ, അച്ഛാ ഞാനും കുടുംബമായിട്ട് ഇന്ന് സന്തോഷിച്ച് ജീവിച്ചു പോകുന്നുണ്ട്. കഷ്ടതയും ദാരിദ്ര്യമൊക്കെ ഒത്തിരി ഉണ്ടച്ച, എന്നാലും ഞങ്ങൾക്ക് ഒരു പ്രത്യേക ആനന്ദമുണ്ട്. മാതാപിതാക്കളെ ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പം മരിച്ചതിൻ്റെ ആണ്ടിന് കുർബാന ചെല്ലിക്കാൻ വന്നപ്പോൾ പറഞ്ഞതാ. കാരണം എന്താണെന്നറിയോ? ഈ അപ്പൻ എന്നോട് പറയാണ്, അച്ഛാ എൻ്റെ ചാച്ചൻ ഒരുപാട് സമ്പത്തൊന്നും സമ്മാനിച്ചു തന്നില്ല, കുടിച്ചും കൂത്താടി നശിപ്പിച്ചൊന്നും കളഞ്ഞില്ല, പക്ഷേ എല്ലാവർക്കും വീതിച്ച എല്ലാ ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിഞ്ഞപ്പോഴും അധികമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. പക്ഷേ അപ്പം തന്ന ഒന്നുണ്ട്, അത് ദൈവവിശ്വാസ, അത് നന്നായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു പ്രേരണയാണ്. സ്നേഹത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അപ്പൊ നോക്കിക്കേ, എന്താ സമ്പത്ത്, എന്താ സമ്പത്ത്? ഈ നാളുകളിലെ ന്യൂജൻ മാതാപിതാക്കൾക്ക് ഒരു ചിന്തയുണ്ട്. എന്താണെന്നറിയോ? കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യ രാത്രി തന്നെ പ്ലാനിങ് തുടങ്ങും. എന്ത്? ഒന്നാമത്തെ കുഞ്ഞിനെ ആരാക്കണം, അത് വലിയ ഡോക്ടറാക്കണം. പിന്നെ രണ്ടാമത്തെ കുഞ്ഞിനെ ആരാക്കണം, അത് അതിനെക്കാട്ടിനും പൈസ ഉണ്ടാക്കുന്ന വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വിടണം. ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ നോക്കണേ. കുഞ്ഞൊന്നും ഉണ്ടായിട്ടില്ല, അതിനു മുമ്പ് തുടങ്ങി പ്ലാനിങ്. എന്താ കാരണം? ധനസമ്പാദനത്തിനുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്നൊന്നായിട്ട് പല വഴിക്ക് ധനം ഇങ്ങനെ സമ്പാദിച്ചു വെച്ചിട്ട് എന്താ ചെയ്യാൻ? ഒന്നുമില്ല. കുറച്ചൊക്കെ അതിൻ്റെതായ ആഡംബരത്തിൽ സുഖ സൗകര്യങ്ങളിലും ഒക്കെ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് മണ്ണടിഞ്ഞു പോവും. ചിലപ്പോ ഒരു സന്തോഷം ഉണ്ടാകത്തില്ല. മക്കള് ഒരെണ്ണം അമേരിക്ക കിടക്കുക, വേറൊരെണ്ണം ഇംഗ്ലണ്ടിൽ കിടക്കുക. സ്ഥിതി നോക്കിയേ, അപ്പനും അമ്മയ്ക്കും ഇവിടെ വല്ല സുരക്ഷിതത്വം ഉണ്ടോ? ഇവിടെ വല്ല സമാധാനം ഉണ്ടോ? അവരെ ഓർത്തുള്ള ആദി, മക്കൾക്ക് ഇവരെ ഓർത്തുള്ള ആദി, അങ്ങനെ കുറെ ആദി മാത്രം ബാക്കി നിൽക്കുക. അതുകൊണ്ടാണ് സുഭാഷിതത്തിന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുക, വലിയ സമ്പത്തും അതിനോടൊത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ്. ശ്രദ്ധിച്ചോണേ, വലിയ സമ്പത്തും അതിനോടൊപ്പമുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം എന്താണ്? ദൈവഭക്തിയോടെ അല്പം കൊണ്ട് ജീവിക്കുന്നതാണ്. സ്നേഹത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ നോക്കിക്കേ, ഈ അല്പം ഉള്ളതിൽ ഒരു ആനന്ദം ഉണ്ടെങ്കിൽ ആ കുടുംബം എന്ത് സന്തോഷ. നമ്മൾ ഈ അന്യനാട്ടുകളിൽ നിന്ന് വന്ന് ഈ തെരുവോരങ്ങളിൽ വെറുതെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിന്റെ ടെന്റ് അടിച്ച് വീടാക്കി മാറ്റി കുടുംബം രൂപപ്പെടുത്തുന്ന ചില സഹോദരങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ടല്ലേ? കഷ്ടപ്പെട്ട് എല്ലുമുറിയെ പണിയെടുത്ത ആ ടാർപോളിന്റെ കീഴിൽ അവരനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. കണ്ടിട്ടില്ലേ? പിള്ളേരെയൊക്കെ ഇങ്ങനെ കൊഞ്ചിച്ച് അവരൊരുമിച്ച് ഒരേ ചട്ടിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവരനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, ഒരു ആഹ്ലാദമൊക്കെ. പ്രിയപ്പെട്ടവർ, ഇത് നമുക്ക് കിട്ടത്തില്ലെന്ന്. കാരണം എന്താണെന്നറിയോ? നമ്മളിങ്ങനെ ഒരുപാട് സമ്പത്തിനെ നേടി പോവുക, എത്ര കിട്ടിയാലും മതി വരാത്ത ഒരു തരം അത്യാർത്തി. അതുകൊണ്ട് എന്ത് വേണ്ടി? സംതൃപ്തിയില്ല ജീവിതത്തില്. മാതാപിതാക്കള് തിരിച്ചറിയേണ്ട ഒന്നുണ്ട്, മക്കൾക്ക് കൊടുക്കേണ്ടത്. ഒന്നാമത്തത് ദൈവഭക്തിയാണ്. ഒന്നുമില്ലായ്മയുടെ ദാരിദ്ര്യാവസ്ഥകളിൽ ജീവിച്ചിട്ട് ഈ ലോകത്തിൽ പ്രകാശ ഗോപുരങ്ങളായിട്ട് ഉയർന്നു നിൽക്കുന്ന വ്യക്തികളുണ്ട്. ഒരു 5 രൂപ കൊണ്ട് ഇറങ്ങിയതാണ് ആര്? മദർ തെരേസ.
കൈവശമുള്ളത് വെറും 5 രൂപ. ഇന്ന് എത്ര സന്യസ്തരുണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയിട്ടും ഈ ലോകത്തിൽ വിശുദ്ധയുടെ സാന്നിധ്യമായിട്ട് ജീവിക്കുന്ന മദർ തെരേസയുടെ സഭാ സമൂഹത്തിൽ. എന്തൊരു സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമ്പന്നതയും അതിൻ്റെ ആനന്ദമുണ്ട് അവരുടെ ജീവിതത്തിൽ. ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങളുടെ പ്രൗഢിയം മുഴുവൻ ഉപേക്ഷിച്ചിറങ്ങിയ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അസിസിയിലെ ഫ്രാൻസിസ്. ചേർന്നിറങ്ങി ക്ലാര. എന്നിട്ടാ ദാരിദ്ര്യത്തെ വധുവായിട്ട് സ്വീകരിക്കുക. എന്തൊരു പ്രകാശമാണ് ആ ജീവിതങ്ങൾക്കൊക്കെ. കാലങ്ങൾ കഴിഞ്ഞു, അവര് മരിച്ചു മണ്ണടിഞ്ഞെന്ന് മാനുഷിക ചിന്തയിൽ പറഞ്ഞ, പക്ഷെ ഇന്നും ഇങ്ങനെ ആഹ്ലാദത്തോടെ ജീവിക്കല്ലേ. അസീസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കത്തലുണ്ട്. എന്തതിന് കാരണം? ഈ ലോകത്തിന്റെ സമ്പത്തിനപ്പുറത്തേക്ക് ദൈവവിചാരത്തിന്റെ സമ്പത്തിനെ ചങ്കോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ ജ്വലിച്ചവരവര്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കിന്നില്ലാതെ പോകുന്ന ഈ ആനന്ദം, ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ടും ഒത്തിരി നേടിയെടുത്തിട്ടും ഒന്നും ഒരു സംതൃപ്തിയില്ല, ഒരാനന്ദമില്ല, ഒരു ചെറിയ സന്തോഷം പോലില്ല. എപ്പോഴും ഇങ്ങനെ വിഷാദിച്ചും നിരാശപ്പെട്ടും അങ്ങനെ ഗതികേട് കൊണ്ട് ജീവിച്ചു പോവാ. എന്തൊരു സ്ഥിതിയായത്. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് ദൈവിക സമ്പത്താണ്. മാതാപിതാക്കൾ തിരിച്ചറിയണേ, മക്കളുടെ ജീവിതങ്ങളിലേക്ക് കൈമാറ്റം ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള വൻ തുകകളോ മേടിച്ചിട്ടിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളോ മറ്റെന്തെങ്കിലും നേട്ടങ്ങളോ അല്ല എന്ന്. അതുണ്ട് കേട്ടോ, ഇല്ലാന്ന് അച്ഛൻ പറയുന്നില്ല. പക്ഷെ കൂടെ ചേർത്ത് കൊടുക്കേണ്ട ഒന്നുണ്ട്. എന്താണെന്നറിയാവോ? അതാണ് ഒന്നാമതായിട്ട് ദൈവഭക്തി. സങ്കീർത്തനം 111:10 നമ്മളിങ്ങനെ വായിക്കുക. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം. പറഞ്ഞ ഹല്ലേലൂയാ. വീണ്ടും സുഭാഷിതത്തിന്റെ പുസ്തകം 8:11, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അപ്പൊ ജ്ഞാനത്തിന്റെ ഉറവിടമാണ് ദൈവഭക്തി, തിന്മയെ വെറുക്കലാണ് ദൈവഭക്തി. വീണ്ടും സുഭാഷിതം 14:27, ദൈവഭക്തി ജീവന്റെ ഉറവയാണ്. അപ്പൊ ശ്രദ്ധിച്ച്, ഒരപ്പൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഈ ദൈവഭക്തി ഉണ്ടാകുമ്പോൾ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ദൈവിക ജ്ഞാനം ലഭിക്കാൻ, ജീവന്റെ ഉറവ കണ്ടെത്താൻ, തിന്മയെ വെറുക്കാൻ ഒരു പ്രത്യേക അഭിഷേകം തോബിയാസിലേക്ക് പകർന്നു കൊടുത്തതുപോലെ ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനമുള്ള നന്മയുള്ള മാതാപിതാക്കൾ തങ്ങളുടെ മക്കളിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് കൊടുക്കുന്ന ഈ ആത്മീയതയുടെ സമ്പത്ത് പോലെ കൈമാറ്റം ചെയ്യപ്പെട്ട മക്കളിലേക്ക് കൊടുക്കാൻ കരുത്തുള്ള സമ്പത്തായ ദൈവഭക്തി, ദൈവിക ജ്ഞാനം ഉണ്ടാകണം. അതാണ് പരിശുദ്ധാത്മാവ്. സന്തോഷ പറ ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി നല്ല ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇത് പകർന്നു കൊടുത്താൽ ഒരു 3/4 ഭാഗം ജീവിതത്തിന് ആനന്ദമായില്ലേ? ഞാൻ ഓർക്കാണ്, എത്ര സന്തോഷത്തോടു കൂടിയാണ് ചില മക്കളുടെയൊക്കെ ജീവിതങ്ങളെ നോക്കിക്കാണുക. തിന്മയിലേക്ക് വ്യതിചലിക്കാനായിട്ട് അവർക്ക് ഇഷ്ടമില്ല. തെറ്റായ ബന്ധങ്ങളിൽ ഏർപ്പെടാൻ അവർക്ക് പറ്റത്തില്ല. ഒരു ലഹരിയുടെ വ്യാമോഹങ്ങളിലേക്ക് ആരെങ്കിലും പ്രേരിപ്പിച്ച അപ്പൊ തന്നെ അതിലേക്ക് മറിഞ്ഞു വീഴുന്ന പ്രവണത അവർക്കില്ല. കാരണം എന്താണ്? അവർക്ക് കുടുംബത്തോടുള്ള പ്രതിബദ്ധതയുണ്ട്. അവർക്ക് തങ്ങളെ വളർത്തിയ മാതാപിതാക്കളോടുള്ള ഒരു ബന്ധമുണ്ട്. ഇതില്ലാതെ പോകുന്ന മക്കളെന്താ? അവർക്ക് ദൈവിക ഭക്തിയോ ദൈവിക ജ്ഞാനോ മാതാപിതാക്കൾ പകർന്നു കൊടുക്കാതെ പണം ഉണ്ടാക്കാനായിട്ടുള്ള വഴികൾ മാത്രം ഉപദേശിച്ചു കൊടുത്ത് ആ വഴിയിലൂടെ മാത്രം തള്ളിവിട്ടിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ശരിയല്ല അച്ഛൻ ഈ പറയുന്നേ. പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമതൊന്ന് മാതാപിതാക്കൾ പകർന്നു കൊടുക്കേണ്ടതാണ് പാപത്തിൽ നിന്ന് ഓടികളാനായിട്ടുള്ള വഴികൾ. അതാണ് ദൈവിക ജ്ഞാനം. ഞാൻ 9:17, കർത്താവേ, അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അപ്പോ ദൈവം സമ്പത്തായിട്ട് മാറണമെന്ന് കർത്താവിൻ്റെ പക്കലെത്തുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ചോദ്യം, രക്ഷ പ്രാപിക്കാനായിട്ട് എന്താ വഴി? ഞാൻ പ്രമാണങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്. കർത്താവ് എന്താ പറഞ്ഞത്? നീ പോയി നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തേച്ചുവാ, എന്നിട്ട് എന്നെ അനുഗമിക്കുക. അപ്പൊ നോക്കിക്കേ, നിന്റെ ജീവിതത്തിൽ സമ്പത്തായിട്ട് നീ കരുതുന്ന ഭൗതിക നേട്ടത്തിൻ്റെ പർവ്വതത്തെ നീ വിറ്റുകളയണം. എന്നിട്ട് നിനക്ക് അനാവിയും യാവേയും എന്ന് പറഞ്ഞാൽ ദൈവം മാത്രം സ്വന്തമായിട്ടുള്ളവർ, ദൈവത്തെ സ്വന്തമാക്കി ചേർത്ത് പിടിക്കുന്നവർ, ആത്മാവിൽ ദരിദ്രരായിട്ടുള്ള ജീവിതമാക്കി മാറ്റുക. മൂന്നാമതൊന്ന് വചനം പാലിക്കുന്ന ജീവിതത്തിൻ്റെ സമ്പത്ത് കൊടുക്കുക എന്നുള്ളതാണ്.
തൻ്റെ അമ്മയെക്കുറിച്ച് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ആരാണ് എൻ്റെ അമ്മ? ദൈവ വചനം കേട്ടത് പാലിക്കുന്നവളാണ് അമ്മ. എന്ത് സുന്ദരാണ്. അപ്പൊ എന്താണ് ഈശോയുടെ ജീവിതത്തിന്റെ സമ്പത്ത്? ഈശോയുടെ ജീവിതത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് പിതാവിന്റെ ഹിതം നിറവേറ്റുന്ന, പിതാവിനോട് ബന്ധം പുലർത്തുന്ന ഒരു ജീവിതത്തിന്റെ സമ്പന്നതയാണ്. അത് ഇവിടുന്ന് കിട്ടിയതാണ്, ഈ അമ്മയുടെ അടുത്തുനിന്ന്. അപ്പൊ അമ്മമാരെ, മക്കൾക്ക് എന്നാ കൊടുക്കണം? അമ്മമാരും മക്കൾക്ക് കൊടുക്കേണ്ടതേ ദൈവവചനം കേട്ട് പാലിക്കാനായിട്ടുള്ള മാതൃകയാണ്. അതിന് കോംപ്രമൈസുകൾ ഉണ്ടാക്കി കൊടുക്കരുത്. നീ മാർക്ക് മേടിച്ചാൽ മതി, അത് കോപ്പി അടിച്ചാണേലും എന്നാ ചെയ്താണേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊടുക്കരുത്. നീ പണം സമ്പാദിച്ചാൽ മതി, അത് ഏത് കുറുക്കൊഴിക്കാണെങ്കിലും അപ്പം പറഞ്ഞു കൊടുക്കരുത്. മറിച്ച് ധാർമ്മിക അല്ലാത്ത ഒന്നും നമ്മുടെ വീട്ടിൽ കയറ്റരുതെന്ന് പറയണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാ. ഇതല്ലാതെ മറ്റെന്ത് സമ്പത്താണ് കൊടുക്കാനായിട്ടുള്ളത്? ഈ നാളുകളിൽ ഭീകര പ്രവർത്തനങ്ങളും അസ്വസ്ഥതകളും ലോകത്ത് ഉടലെടുക്കുമ്പോൾ അതിനെ ഇങ്ങനെ വിരൽ ചൂണ്ടി പഴി പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് തിരിച്ചറിയേണ്ടത്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ എന്ത് വ്യതിയാനം ഞാൻ വരുത്തണമെന്ന്. ദൈവം സമ്പത്തായിട്ടുള്ള, ദൈവിക ജ്ഞാനം കരുത്തായിട്ടുള്ള ഒരു ജീവിതത്തെ, ഒരു കുടുംബത്തെ കെട്ടിപ്പടുത്ത അത് അടുത്തുള്ള ഏത് പ്രൗഢ ഗംഭീരത്തോടെ ഉയർന്നു നിൽക്കുന്ന ഭവനത്തെക്കാൾ കരുത്തുള്ള ജീവിതവും കരുത്തുള്ള ഭവനവുമാക്കി നിന്റെ ഭവനത്തെ മാറ്റും. അവിടെയാണ് വചനം പഠിപ്പിക്കുക. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ കുടുംബം തകരും. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയുമുള്ള കുടുംബമാണോ നിന്റേത് എങ്കിൽ അത് എത്ര ഉയർന്ന ഗോപുരങ്ങളെക്കാൾ സുദൃഢമായിട്ട് നിലനിൽക്കുന്ന ഒന്നായിട്ട് മാറും. കാരണം അവന്റെ ആശ്രയം കർത്താവില. സുഭാഷിതം 18:10, കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് നിന്റെ ഭവനം കർത്താവിന്റെ നാമം പേറുന്ന യഥാർത്ഥ സുരക്ഷിതത്വത്തിന്റെ ഒരിടമായിട്ട് മാറും. നീ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു ജീവിതം നയിക്കുമ്പോൾ. സങ്കീർത്തനം 125:1-2, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ സമ്പത്തും കരുത്തും ബലവും എന്ന് പറയുന്നത് കർത്താവാണ്. കർത്താവാണ് എൻ്റെ കോട്ടയും എൻ്റെ അഭയസ്ഥാനവുമെന്ന് ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് ശക്തമായ സന്ദേശം പതിയണം. ഓരോരുത്തരും ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താനായിട്ടുള്ള തീരുമാനമെടുക്കണം. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ ഓരോ മക്കളും ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിലേക്ക് സമ്പാദിക്കേണ്ട സമ്പത്ത് എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം. ഓരോ മാതാപിതാക്കളും ചിന്തിക്കണം, മക്കളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതായ നന്മ എന്ന് പറയുന്നത് ദൈവഭക്തിയാണ്, ദൈവിക ജ്ഞാനമാണ്, വചനം പാലിക്കാൻ ഉതകുന്ന ഒരു ജീവിതമാണ്. ഇത് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ ഒരു കുടുംബം ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട തിരുക്കുടുംബമായിട്ട് രൂപാന്തരപ്പെടും. ദൈവം സമ്പത്തായുള്ള നന്മയുള്ള തിരുക്കുടുംബങ്ങൾ രൂപപ്പെടുവാൻ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവാനുഗ്രഹങ്ങൾ നേടാം.